അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാകാള്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 21-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 12 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നാം പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. അഥാ തൃതീയ സ്കന്ധായ ഏകവിംശോऽധ്യായ. വ്യാസ ഉവാച. സുബാഹുരപി തച്ഛ്രുത്വാ യുക്തമുക്തം തയാ തദാ ചിന്താവിഷ്ടോ ബഭൂവാശു കിം കർത്തവ്യമതഃ പരം. സംഗതാ പൃഥിവീപാലാ സസൈന്യാ സപരിഗ്രഹാ ഉപവിഷ്ടാശ്ച മഞ്ജേഷു യോദ്ധുകാമാ മഹാബലാ. യദി ബ്രവീമി താൻ സർവാൻ സുതാ നായാതി സാമ്പ്രതം തഥാതി കോപസംയുക്താ ഹന്യുർമാം ദുഷ്ടബുദ്ധയാ. നമേ സൈന്യബലം താദൃങ് ന ദുർഗബലമദ്ഭുതം യേനാഹം നൃപതീൻ സർവാൻ പ്രത്യാദേഷ്ടുമിഹോത്സഹേ. സുദർശനസ്തഥൈകാഗി ഹ്യസഹായോ അധനശിശു കിം കർത്തവ്യം നിമഗ്നോഹം സർവധാ ദുഃഖസാഗരേ. ഇതി ചിന്താപരോ രാജാ ജഗാമ നൃപസന്നിധൗ പ്രണമ്യ താനുവാചാധ പ്രശ്രയാവനതോ നൃപ. കിം കർത്തവ്യം നൃപാ കാമം നൈതി മേ മണ്ഡപേ സുതാ ബഹുശ പ്രേര്യമാണോപി
സാ മാത്രാപി മയാപി ച മൂർധ്നാ പതാമി പാദേഷു രാജ്ഞാം ദാസോസ്മി സാമ്പ്രതം പൂജാദികം ഗൃഹീത്വാദ്യ വ്രജന്തു സദനാനി വാ ദദാമി ബഹുരത്നാനി വസ്ത്രാണി ച ഗജാൻ രഥാൻ ഗൃഹീത്വാദ്യ കൃപാം കൃത്വാ വ്രജന്തു ഭവനാന്യുതാ ന വശേ മേ സുതാ ബാലാ മ്രിയതേ യദി ഖേദിതാ തദാ മേ സ്യാന്മഹദ്ദുഃഖം തേന ചിന്താതുരോസ്മ്യഹം ഭവന്തഃ കരുണാവന്തോ മഹാഭാഗ്യാ മഹൗജസാ കിം മേ തയാ ദുഹിത്രാ തു മന്ദയാ ദുർവിനീതയാ അനുഗ്രാഹ്യോസ്മി വഃ കാമം ദാസോഹമിതി സർവധാ സുതാ സുതേവ മന്ദവ്യാ ഭവദ്ഭിഃ സർവധാ മമ സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ ശ്രീ ജഗജ്ജനന്യൈ നമഃ സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 21-ാമത്തെ അധ്യായം. ഇവിടെ ഒന്നാമത്തെ ശ്ലോകം മുതൽ 12-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ നതോന്നതാവൃത്തത്തിൽ ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, യുക്തിപൂർവം ശശികല പറഞ്ഞതു കേട്ട നേരം എന്തു ചെയ്യും ആലോചിച്ചു സുബാഹു നിന്നു. സൈന്യത്തോടെ നിരവധി രാജാക്കന്മാർ വന്നിട്ടുണ്ട്. വേണ്ടി വന്നാൽ യുദ്ധത്തിനു തയ്യാറുമവർ. സ്വയംവരത്തിനു മമ പുത്രിയില്ലെന്നു പറഞ്ഞാൽ ദുഷ്ടബുദ്ധികളാമവർ എന്നെ കൊന്നിടും. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അവരുടേതു പോലുള്ള സൈന്യമില്ല, രക്ഷയില്ല. അവരെ നിരാകരിക്കാനും കഴിയില്ല. സുദർശനനും അതുപോൽ ഏകാകിയും ദുർബലനും. ശോകാബ്ധിയിൽ മുങ്ങി ഞാനും എന്തു ചെയ്യേണ്ടു. ചിന്താവിവശനായി രാജൻ രാജാക്കന്മാർക്കടുത്തെത്തി തല താഴ്ത്തി വിനയത്തോടേവം പറഞ്ഞു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ഞങ്ങളേറെ പറഞ്ഞിട്ടും എൻ്റെ മകൾ ശശികല
മണ്ഡപത്തിലേക്കു വരാൻ കൂട്ടാക്കുന്നില്ല. നിങ്ങളുടെ ദാസൻ ഞാനും ഭൂപതിമാരെ നിങ്ങളും പൂജാദികൾ സ്വീകരിച്ചു മടങ്ങിപ്പോകൂ. ധാരാളം രത്നങ്ങളേകാം, വസ്ത്രം തേര് ആനകളെ, അവയെല്ലാം സ്വീകരിച്ചു തിരിച്ചു പോകൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എന്റെ അഭിപ്രായമവൾ കേൾക്കുന്നില്ല, നിർബന്ധിച്ചാൽ മരിച്ചിടും. ഈ ഘട്ടത്തിൽ ഞാൻ എന്തു ചെയ്യും? നിങ്ങൾ കൃപയേറെയുള്ളോർ മഹാഭാഗ്യവാന്മാരും താൻ, അതോടൊപ്പം ശക്തന്മാരും സംശയമില്ല. ബുദ്ധി കെട്ട അവിനയം മാത്രം കൈമുതലായുള്ള എന്റെ മകളെ കൊണ്ടെന്തു വിശേഷം ചൊല്ലൂ. എന്നെ അനുഗ്രഹിക്കണം എല്ലാവിധത്തിലും ദാസൻ, എന്റെ പുത്രിയെ സ്വപുത്രിയായി കരുതൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷരപൂജ ആരംഭിച്ചിട്ട് ഇന്നേക്ക് 272 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 21 അധ്യായം തൃതീയ സ്കന്ധത്തിൽ അതിലാദ്യത്തെ 12 ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കുന്നത്. വേദവ്യാസൻ പറഞ്ഞു തുടങ്ങുകയാണ്. വ്യാസ ഉവാച സുബാഹുരപി തശ്രുത്വാ യുക്തമുക്തം തയാ തദാ ചിന്താവിഷ്ടോ ബഭൂവാശു കിം കർത്തവ്യമതപരം. വളരെ യുക്തിപൂർവമായി വേണ്ടതുപോലെ ശശികല പറഞ്ഞത് കേട്ടപ്പോൾ യുക്തമുക്തം തയാ തദാ ചിന്താവിഷ്ടോ ബഭൂവാശു. ഇനി എന്താണ് കിം കർത്തവ്യമതപരം, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് സുബാഹു ചിന്താവിഷ്ടനായി മാറി, വ്യാകുലനായി തീർന്നു.
സംഗത പൃഥിവീപാല സസൈന്യ സപരിഗ്രഹ ഉപവിഷ്ടാശ്ച മഞ്ചേഷു യോദ്ധുകാമാ മഹാബല. അതാണ് കൂടുതൽ. അനേകം രാജാക്കന്മാർ സസൈന്യാസപരിഗ്രഹ, സേവകരോടും സൈന്യങ്ങളോടും കൂടി രാജാക്കന്മാർ വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ മഹാബലശാലികളാണ്. യോദ്ധുകാമ, യുദ്ധം ചെയ്യാൻ താല്പര്യത്തിലാണ് വന്നേക്കുന്നത്. അങ്ങനെയാണ് അവരൊക്കെ. മഞ്ചേഷു ഉപവിഷ്ടാശ്ച, മഞ്ചങ്ങളിൽ അവർ ഇരിപ്പ് ഉറപ്പിച്ചിട്ടുള്ളത്. യതി ബ്രവീമി താൻ സർവാൻ സുതാൻ ആയാതി സാമ്പ്രതം. ഇപ്പം ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ പുത്രി സ്വയംവരത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞാൽ തഥാതികോപസംയുക്താഹന്യുർമാം ദുഷ്ടബുദ്ധയ, അത് അവരോട് പറഞ്ഞാൽ ദുഷ്ടബുദ്ധികളായിട്ടുള്ള അവർ എന്നെ തന്നെ ചിലപ്പോൾ കലികയറി കൊന്നു എന്ന് വരും. അവർ തഥാതികോപസംയുക്ത, കോപം കൊണ്ട് കലികയറി എന്നെ കൊല്ലും. നമേ സൈന്യബലം താതൃങ് ന ദുർഗബലമദ്ഭുതം യേനാഹം നൃപതീൻ സർവാൻ പ്രത്യാദേഷ്ടുമിഹോത്സഹേ. അവരുടേതുപോലുള്ള സൈന്യബലം എനിക്കില്ല, ദുർഗബലം, ആ സുരക്ഷാ സന്നാഹങ്ങൾ അതൊന്നും എനിക്കില്ല. അതുകൊണ്ട് ആ രാജാക്കന്മാരെ നിരാകരിക്കുക അതും നടക്കുന്ന കാര്യമല്ല. സുദർശനസ്തഥൈകാകി, സുദർശനനോ നീ അയാൾക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ തർക്കമില്ല. അയാളാണെങ്കിൽ ഏകാകിയാണ്. ഹ്യസഹായോധന ശിശു, അന്യസഹായമില്ലാത്തവനാണ്, ധനമില്ലാത്തവനാണ്, അധനൻ ആണ്. അതേപോലെ അപ്പം എല്ലാവിധത്തിലും ഞാൻ ഈ ദുഃഖസാഗരത്തിൽ, ഈ സങ്കടക്കടലിൽ പെട്ടേക്കാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? കിം കർത്തവ്യം നിമഗ്നോഹം, ഞാനതിൽ നിമഗ്നനായി ഈ സങ്കടക്കടലിൽ. ഇതി ചിന്താപരോ രാജാ ജഗാമ നൃപസന്നിധൗ. ഇങ്ങനെ ചിന്താവിവശനായി മാറിയ സുബാഹു ആ രാജാവ് മറ്റു രാജാക്കന്മാരുടെ അടുത്തേക്ക് ചെന്നു. പ്രണമ്യ താനുവാചാധ പ്രശ്രയാവനതോ നൃപ. വളരെ വിനയത്തോടുകൂടി ശിരസ്സു കുനിച്ച് പ്രണമിച്ചിട്ട് വണങ്ങിയതിനു ശേഷം അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? കിം കർത്തവ്യം നൃപാ കാമം നൈതി മേ മണ്ഡപേ സുതാ ബഹുശ പ്രേര്യമാണാപി സാ മാത്രാപി മയാപി ച. അവളുടെ അമ്മയും ഞാനും പല പ്രാവശ്യം ആ ശശികലയോട്, എൻ്റെ മകളോട് ഈ സ്വയംവര മണ്ഡപത്തിലേക്ക് വരാൻ, വിവാഹ മണ്ഡപത്തിലേക്ക് വരാൻ നിർബന്ധിച്ചു. ബഹുശ പ്രേര്യമാണാപി, പല പ്രാവശ്യം പ്രേരിപ്പിച്ചിട്ടും അവൾ വരാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കിം കർത്തവ്യം നൃപ, ഞാൻ ഇനി എന്തു ചെയ്യണം? നിങ്ങൾ തന്നെ പറയൂന്ന. മൂർധ്യാ പതാമി പാദേഷു രാജ്ഞാം ദാസോസ്മി സാമ്പ്രതം. ഞാൻ നിങ്ങളുടെയൊക്കെ കാക്കൽ വീഴുകയാണ്, ഞാൻ നിങ്ങളുടെയൊക്കെ ദാസനാണ്. നിങ്ങളുടെ കാക്കൽ വീണ് കുമ്പിടുന്നു. പൂജാധികം ഗൃഹീത്വാദ്യ വ്രജന്തു സദനാനിവ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ദാസനാണ്, എല്ലാ പൂജാദികളും സ്വീകരിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകണം എന്ന് ഞാനിതാ അപേക്ഷിക്കുന്നു. ദദാമി ബഹുരത്നാനി വസ്ത്രാണി ച ഗജാൻ രഥാൻ ഗൃഹീത്വാദ്യ കൃപാം കൃത്വാ വ്രജന്തു ഭവനാന്യുത. ഞാൻ ധാരാളം രത്നങ്ങൾ തരാം, നിങ്ങൾക്ക് വസ്ത്രങ്ങൾ തരാം, അതേപോലെ ഗജാൻ രഥാൻ, തേരുകളും ആനകളെയും തരാം. അതൊക്കെ ഗൃഹീത്വാദ്യ കൃപാം കൃത്വ, ഇതൊക്കെ സ്വീകരിച്ച് എന്നോട് കൃപയുള്ളവരായി, എന്നോട് ദയവ് കാണിച്ച് നിങ്ങൾ വ്രജന്തു ഭവനാന്യുത, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോണേ പറയുകയാണ്. നവശേമേ സുതാബാല മ്രിയത്തെ യദി ഖേദിത തദാ മേ സ്യാൻ മഹദ്ദുഃഖം തേന ചിന്താതുരോസ്മ്യഹം. മകൾ എൻ്റെ അഭിപ്രായം സ്വീകരിക്കുന്നില്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അപ്പം ഞാനിനി എന്തെങ്കിലും രീതിയിൽ അവളെ ദ്രോഹിച്ചാൽ, ദണ്ഡിച്ചാൽ, അവളെ അടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിർബന്ധിച്ചു കഴിഞ്ഞാൽ എന്തു പറയണു? ആ പെൺകുട്ടി മ്രിയത്തെ യദി ഖേദിത, അങ്ങനെയാണെങ്കിൽ അവൾ മരിക്കും എന്നാണ് പറയണത്.
അപ്പം അങ്ങനെയായാൽ തദാമേ സ്യാൻ മഹദ് ദുഃഖം, എനിക്ക് കൂടുതൽ ദുഃഖമാവില്ലേ? തേന ചിന്താതുരോസ്മ്യഹം. ഇതാലോചിച്ച് ഞാൻ വളരെ ചിന്താകുലനായിട്ടിരിക്കുകയാണ് രാജാക്കന്മാരെ. കിം കർത്തവ്യം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഭവന്ത കരുണാവന്തോ മഹാഭാഗ്യ മഹൗജസ കിം മേ തയാ ദുഹിത്ര തു മന്ദയാ ദുർവിനീതയാ. രാജാക്കന്മാരെ, നിങ്ങൾ മഹൗജസ മഹാഭാഗ്യ കരുണാവന്തോ, നിങ്ങൾ കാരുണ്യമുള്ള ആളുകളാണ്, കൃപാലുക്കളാണ്, മഹാഭാഗ്യവാന്മാരാണ്. അതേപോലെ മഹൗജസ, വലിയ ശക്തിവാന്മാരുമാണ്, നല്ല ബലമുള്ള ആളുകളാണ്. കിമ്മേ തയാ ദുഹിത്രാതു മന്ദയാ ദുർവിനീതയാ, വിനയമില്ലാത്ത ബുദ്ധികെട്ട എൻ്റെ ആ മകളെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാവും എന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കിം കർത്തവ്യം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെയൊക്കെ ദാസനാണ് ഞാൻ, എനിക്ക് എൻ്റെ മകളെ നിയന്ത്രിക്കാൻ സാധിക്കണില്ല, അവൾ ഞാൻ പറയണത് കേൾക്കണില്ല. അവളുടെ അമ്മയും പലവട്ടം പറഞ്ഞു നോക്കി, ഇതുകൊണ്ടൊന്നും അവളുടെ മനസ്സ് മാറ്റാൻ സാധിക്കണില്ല. ഇതൊക്കെ പറയാനേ സാധിക്കുള്ളൂ. എന്തെങ്കിലും കടുത്ത നടപടി ഞങ്ങളെടുത്താൽ അതിനേക്കാൾ കടുത്ത നടപടി അവളെടുക്കും, അവൾ മരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്തു ചെയ്യും? ഞാൻ ധർമ്മസങ്കടത്തിലാണ്, ഞാൻ വല്ലാതെ ആ ചിന്താവിഷ്ടനായി മാറിയിരിക്കുന്നു. എൻ്റെ വ്യാകുലത തീരാൻ നിങ്ങൾ പറയൂ, ഞാൻ എന്തു ചെയ്യണം? അനുഗ്രാഹ്യോസ്മി വക്കാമം ദാസോഹമിതി സർവധാ സുതാ സുതേവ മന്ദവ്യ ഭവദ്ഭി സർവധാ മമ. പിന്നെ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ദാസനാണ്. വീണ്ടും പറഞ്ഞു ദാസോഹമിതി, എല്ലാ നിലയ്ക്കും. അപ്പം എല്ലാവിധത്തിലും ഞാൻ നിങ്ങളുടെ ദാസനാണ്, നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണേ. എൻ്റെ പുത്രിയെ സുതാ സുതേവ മന്ദവ്യ, നിങ്ങളുടെ മകൾ തന്നെയാണ് എന്ന് കരുതി. അപ്പോൾ കാരണം എന്താ? നിങ്ങളുടെ മകളാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? അവളെ സംരക്ഷിക്കുകയല്ലേ ഉള്ളൂ. അതേപോലെ നിങ്ങൾ കരുതണം. നിങ്ങളെന്നോട് ഒരിക്കലും ഒരു കോപമുണ്ടാവരുത്, ദയ കാണിക്കണം എന്ന് പറയുന്നു. ഓം ശ്രീ ജഗദംബികായേ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.